നമ്മൾ കുറച്ചുകൂടി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഈ ക്ലാസ്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ ഗ്ലാസ് ബോർഡ് ഈസ് റബ്ബ്ഡ് വിത്ത് എ സിൽക്ക് ക്ലോത്ത്. അങ്ങനെ റബ്ബ് ചെയ്തപ്പോൾ ഗ്ലാസ് റോഡിന് ലഭിച്ച ചാർജാണ് 38.4 × 10⁻⁹ കൂളം. ഓക്കെ, ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിച്ചു. എത്രയാണ് ആ ചാർജ്? 38.4 × 10⁻⁹ കൂളം. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്കിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു എന്നല്ല അർത്ഥം. പോസിറ്റീവ് ചാർജ് ലഭിച്ച വസ്തു ഇലക്ട്രോൺ ലോസ് ചെയ്തു. അതായത് ഗ്ലാസ് റോഡ് ഇലക്ട്രോൺ ലോസ് ചെയ്തു, സിൽക്ക് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ബൈ ദി ഗ്ലാസ് റോഡ്. ഓക്കെ, അപ്പോ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിച്ചു ഇലക്ട്രോൺ ലോസ് ചെയ്തപ്പോൾ. അപ്പോൾ അതിന്റെ ചാർജ് എത്രയാണ്? ഗ്ലാസ് റോഡിൽ ആ ചാർജ് എത്രയാണ്? Q is equal to, ആ ചാർജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, Q is equal to 38.4 × 10⁻⁹. Then what is the charge of one electron? 1.6 × 10⁻⁹ കൂളം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് n ആണ്. So you have the equation n is equal to Q by E. അല്ലേ? 38.4 × 10⁻⁹ divided by 1.6 × 10⁻⁹. ഓക്കെ, അപ്പൊ എത്രയാണ് കിട്ടുക? 24 എന്നൊരു ആൻസർ കിട്ടും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റബ്ബിംഗ് പ്രോസസ് നടന്നപ്പോൾ ഗ്ലാസ് റോഡ് 24 ഇലക്ട്രോണുകളെ സിൽക്കിന് വിട്ടുകൊടുത്തു എന്നാണ് അർത്ഥം. ഇനെന്താണ് ബി ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി നെഗറ്റീവ് ചാർജ് അക്വേർഡ് ബൈ ദി സിൽക്ക്. അപ്പോ നിങ്ങൾക്കറിയാം, രണ്ട് ബോഡികൾ മ്യൂച്വൽ റബ്ബിങ്ങിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് എത്ര പോസിറ്റീവ് ചാർജ് കിട്ടുന്നുണ്ടോ അത്ര തന്നെ ഈക്വൽ എമൗണ്ടിൽ നെഗറ്റീവ് ചാർജ് മറ്റേ ബോഡിക്ക് കിട്ടും. ഇലക്ട്രോൺ ലോസ് ചെയ്ത ബോഡിക്ക് കിട്ടിയ പോസിറ്റീവ് ചാർജ് എത്രയാണോ അത്രയും മാഗ്നിറ്റ്യൂഡിൽ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത ബോഡിക്ക് കിട്ടും. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തത് സിൽക്കാണ്. സോ ചാർജ് ഓൺ സിൽക്ക്, ചാർജ് ഓൺ സിൽക്ക് എത്രയാ? ഇതിന്റെ അതേ എമൗണ്ട്, ആരുടെ? നമ്മുടെ ഗ്ലാസ് റോഡിന്റെ അതേ എമൗണ്ട്. പക്ഷെ ഒരു നെഗറ്റീവ് ഉണ്ടാവുന്നില്ല. അത് എഴുതണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അത് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു എന്ന് കാണിക്കുന്നത് മാത്രമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ചാർജ് ഓൺ സിൽക്ക് ഇതേ എമൗണ്ട് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് മാസ് ദാറ്റ് ട്രാൻസ്ഫർ ഫ്രം ഗ്ലാസ് ടു സിൽക്ക്. നമുക്കറിയാം, ഒരു ബോഡി അല്ലെങ്കിൽ രണ്ട് ബോഡികൾ റബ്ബിങ്ങിൽ ഏർപ്പെട്ടിട്ട് ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടന്നാൽ അവിടെ ആക്ച്വലി ഇലക്ട്രോൺ ലോസ് ചെയ്ത ബോഡിയുടെ മാസ് കുറയും, ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത ബോഡിയുടെ മാസ് കൂടും. കാരണം ഇലക്ട്രോൺ മാസ് ഉള്ളൊരു പാർട്ടിക്കിളാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് എമൗണ്ട് ഓഫ് മാസ് ദാറ്റ് ട്രാൻസ്ഫർ ഫ്രം ദി ഗ്ലാസ് ടു സിൽക്ക്. നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടെത്തി 24 ഇലക്ട്രോണുകളാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. സോ മാസ് ദാറ്റ് ട്രാൻസ്ഫർ is equal to the mass of 24 electrons. അല്ലെ? അപ്പൊ 24 into ഒരു ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? 9.1 × 10⁻⁻31 കിലോഗ്രാം. ഓക്കെ, നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ 2.18 × 10⁻28 കിലോഗ്രാം. 28 അല്ല, 29 കിലോഗ്രാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, നന്നായിട്ടൊന്ന് മനസ്സിലാക്കട്ടോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 പോയിന്റ് ചാർജുകളെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിലായിട്ട് വെച്ചിട്ടുണ്ട്.
10 മൈക്രോ കൂളമാണ് ഓരോന്നിന്റെയും മാഗ്നിറ്റ്യൂഡ്. ആ ട്രയാങ്കിളിന്റെ സൈഡ് 10 സെന്റിമീറ്റർ ആണ്. അവിടെ ഓരോ ചാർജിനും ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് കണ്ടെത്തണം. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഇതാണെടാ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഓക്കെ, നമുക്കതിന് എ ബി സി എന്ന് വിളിക്കാം. പേര് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എളുപ്പത്തിന് വേണ്ടി പറയാണ്. അപ്പൊ ഇവിടെ ഒരു 10 മൈക്രോ കൂളം ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും 10 മൈക്രോ കൂളം ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും 10 മൈക്രോ കൂളം ചാർജ് പ്ലസ് ആണ്. ഓക്കെ, സൈഡ് 10 സെന്റിമീറ്റർ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോന്നിന്റെയും സൈഡ് ലെങ്ത് 10 സെന്റിമീറ്റർ. ഓക്കെ, നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഓരോ ചാർജിന്റെ മുകളിലും ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ്. അപ്പൊ ആക്ച്വലി എന്താടാ കുഞ്ഞുമക്കളെ, ഇപ്പൊ ഈ ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ ചാർജിന്റെ മുകളിൽ ഈ ചാർജ് കാരണവും ഈ ചാർജ് കാരണം ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്കിതിനെ F1 എന്നും ഇതിനെ F2 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ചാർജ് രണ്ടും സെയിം ആണ്, ഡിസ്റ്റൻസും സെയിം ആയതുകൊണ്ട് രണ്ട് ഫോഴ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഓരോ ഫോഴ്സും കണ്ടെത്തണം. എന്നിട്ട് ആ രണ്ട് ഫോഴ്സുകളുടെ വെക്റ്റർ സം എടുക്കുക. അതാണല്ലോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഒന്നിൽ കൂടുതൽ ചാർജ്, സിസ്റ്റം ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ ഒരു ചാർജിന്റെ മുകളിൽ മറ്റു ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫോഴ്സുകളുടെ വെക്റ്റർ സം ആണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ മുകളിൽ ഇത് കാരണമുള്ള ഫോഴ്സ്, ഓക്കെ, അത് തീർച്ചയായിട്ടും ഞാനതിന് F1 എന്ന് എടുക്കുന്നു. എടാ മക്കളെ, ഇത് പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് റിപ്പൾസീവ് ഫോഴ്സ് ആണല്ലോ. ഓക്കെ, that means that force is along this direction. ഈ 10 മൈക്രോ കൂളത്തിന്റെ മുകളിൽ ഇത് കാരണമുള്ള ഫോഴ്സ് F1 അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, ഇനി ഇതേ ചാർജിന് മുകളിൽ ഇത് കാരണമുള്ള ഫോഴ്സ് അത് റിപ്പൾസീവ് ഫോഴ്സ് ആണ്, അത് ഇങ്ങോട്ടായിരിക്കുമല്ലോടാ. ഞാൻ അതിനെ F2 എന്ന് വിളിക്കുന്നു. അപ്പൊ ഞാൻ ഈ F1ഉം F2ഉം കണ്ടെത്തിയിട്ട് അതിന്റെ വെക്റ്റർ സം എടുത്തു കഴിഞ്ഞാൽ ഈ ചാർജിന് മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് ആയി. ഓക്കെ, അതേപോലെ തന്നെ ആയിരിക്കില്ല ഇവിടെയും ഇവിടെ ഇല്ല. ഓക്കെ, ആ ഡയറക്ഷൻ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം F1 എത്രയാണെന്ന് കണ്ടെത്തുന്നു. F1 എന്ന് മനസ്സിലായതല്ലോടാ. സി എന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള പോയിന്റ് ചാർജിന്റെ മുകളിൽ ബി എന്ന പോയിന്റിലുള്ള പോയിന്റ് ചാർജ് കാരണമുള്ള ഫോഴ്സ് ആണ് F1. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 is equal to 1/4πε0 Q1 Q2 by R square. Okay, that means 9 into 10 raised to 9 into Q1 Q2 same അല്ലേടാ. അപ്പൊ 10 into 10 raised to -6 square divided by distance എന്താണ് 10 centimeter, which is 10 into 10 raised to -2 square. ഇതാണ് F1. This equal to 9 into 10 raised to 9 into 10 square into 10 raised to -12 divided by 10 square 10 raised to -4. അപ്പൊ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുകളിലോട്ട് പോലെടാ. അപ്പൊ 10 raised to 13 ആവും. 10 raised to 13 -12 10. അപ്പൊ 10 into 9 90 ന്യൂട്ടൺ. 90 ന്യൂട്ടൺ is F1. F1ന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് 90 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ F2വിന്റെയും ഇതേപോലെ ഇനി F2 കണ്ടെത്തി കഴിഞ്ഞാലും അവിടെയും Q1 Q2 സെയിം ആണ്, ആറും സെയിം ആണ്. അതുകൊണ്ട് F2ന്റെ മാഗ്നിറ്റ്യൂഡും അങ്ങനെ തന്നെ അല്ലേടാ, 90 ന്യൂട്ടൺ തന്നെയാണ് F2. ഓക്കെ, ഇനി അപ്പൊ F1ന്റെയും F2വിന്റെയും മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? അതിന്റെ വെക്റ്റർ സം ആണ് വേണ്ടത്. അതായത് ഈ രണ്ട് വെക്റ്ററുകളുടെ റിസൾട്ടന്റ് വെക്റ്റർ ആണ് ഇവിടുത്തെ ഫോഴ്സ്. അതായത് ഇങ്ങനെയായിരിക്കും ആ റിസൾട്ടന്റ് ഫോഴ്സ് ബൈ പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം പാരലലോഗ്രാം ലോ പ്രകാരം റിസൾട്ടന്റ് ഫോഴ്സ്, ഞാൻ അതിനെ F എന്ന് വിളിക്കുന്നു കേട്ടോ. ഇതാണ് ആ റിസൾട്ടന്റ് ഫോഴ്സ് F. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ,
resultant force, okay, a resultant force on charge at C, it is F. അല്ല, F is equal to, നിങ്ങൾക്ക് അറിയാം പാരലലോഗ്രാം ലോ പ്രകാരം resultant force is F root of F1 square plus F2 square plus 2F1 F2 cos theta. അല്ലേ? തീറ്റ ഏതാണ്? തീറ്റ ഇതാണ്, ഈ ആംഗിളാണ്. ഇത് 60 ആണ്, നിങ്ങൾക്ക് അറിയാലോ. ഇത് 60 ഡിഗ്രി ആണ്, ഇക്വിലാറ്ററൽ ട്രയാംഗിൾ അല്ലേ. അപ്പൊ ഈ ആംഗിൾ 60 ആണല്ലോ. ഇനി നിങ്ങൾ നോക്ക്, F1 ഈക്വൽ ടു F2, F1 ഈക്വൽ ടു F2, F1 ഈക്വൽ ടു F2 ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് എന്തായിട്ട് മാറും? റിസൾട്ടന്റ് ഫോഴ്സ് F is equal to 2F cos theta by 2. പഠിച്ചിട്ടില്ലേ? ഇല്ല, അറിയില്ല. അപ്പൊ മാഷ് അതൊരു പ്രാവശ്യം പറഞ്ഞു തരാം. നോക്കടാ, F1 ഈക്വൽ ടു F2 ആണ് അല്ലെ. F1 ഈക്വൽ ടു F2. അപ്പോ ഇതെന്താവും? റിസൾട്ടന്റ് ഫോഴ്സ് F is equal to root of F1 square plus F2 square, which is 2F1 square plus ഇതെന്തായടാ 2F1 square cos theta അല്ലെ. അപ്പൊ 2F1 square കോമൺ ആണ്. അപ്പൊ 2F1 square into 1 plus cos theta, which is equal to 2F1 square 1 plus cos theta. ഉണ്ടെന്നില്ലല്ലോ. 2 cos square theta by 2. ഓക്കെ, ഈക്വൽ ടു 2 into 2 4, സ്ക്വയർ റൂട്ടിനെ പുറത്തെടുത്താൽ 2 അല്ലെ. 2 F1 സ്ക്വയർ F cos square theta by 2 cos theta by 2 അങ്ങനെ വരും അല്ലെ. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് 2F1, F1 എത്രയാടാ? F1 ഉം F2 ഈക്വൽ ആണ് 90 into cos theta by 2. തീറ്റ എത്രയാണ്? 60. അപ്പൊ cos 60 by 2, which is cos 30, which is equal to എന്താണ്? 2 into 90 into cos 30 എത്രയാണ്? root 3 by 2 അല്ലേ. ഇത് ചെയ്താല് അതിന്റെ ആൻസർ കിട്ടും 155.9 ന്യൂട്ടൺ is the answer. അപ്പൊ ഈ ചാർജിന്റെ മുകളിലുള്ള ഫോഴ്സ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടെത്തിയത്. അതേപോലെ തന്നെയായിരിക്കും ഇവിടെ 155.9 ന്യൂട്ടൺ ആണ്, പക്ഷെ ഇങ്ങോട്ടാണെന്നേ ഉള്ളൂ. ഇവിടെ ഉള്ളതോ ഇങ്ങോട്ട് റിസൾട്ടന്റ് ഫോഴ്സ്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണം. 2 small spheres each having a mass of 0.1 into 10 raised to minus 3 kilogram are suspended from a point by threads 20 centimeter long. അതായത് ഒരു പോയിന്റിൽ നമ്മൾ രണ്ട് ത്രെഡുകൾ ഉപയോഗിച്ചിട്ട് രണ്ട് ചെറിയ സ്പിയറുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. കുഞ്ഞ് സ്പിയറുകൾ തൂക്കിയിട്ടു ഇങ്ങനെ മുട്ടിയിട്ടാണുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ മാസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഈ ത്രെഡുകളുടെ ലെങ്ത്തും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്പിയറുകളെ നിങ്ങൾ ചാർജുള്ള ബോഡിയാക്കി മാറ്റി. എങ്ങനെയുള്ള ചാർജ്? ഈക്വലി ചാർജ്ഡ്. അതായത് ഇത് രണ്ടിന് ഒരേപോലുള്ള ചാർജ് ഈക്വൽ മാഗ്നിറ്റ്യൂഡിൽ കൊടുത്തു. ഒരേപോലുള്ള ചാർജ് ഈക്വൽ മാഗ്നിറ്റ്യൂഡിൽ കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരേപോലുള്ള ചാർജ് ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും? അത് റിപ്പൽ ചെയ്യും അല്ലെ. ഇനിങ്ങനെ കൂട്ടിമുട്ടി നിൽക്കൂല, അവരിങ്ങനെ റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പോ എന്ന് പറഞ്ഞാൽ ഇനി ആ രണ്ട് സ്പിയറുകൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ മ്യൂച്വൽ റിപ്പൾഷൻ കാരണം ഞാൻ കുറച്ച് സ്ഥലം ആവശ്യമുണ്ട്, ഒക്കെ ഞാൻ കുറച്ച് മാറ്റി വരക്കാണ്. ആ റിപ്പൾഷൻ കാരണം
ഓക്കെ. ഇനി അപ്പൊ അങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിൽ അവർ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ആ റിപ്പൾഷൻ കാരണം അവർ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ ആണ്. 24 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ഇതിന്റെ ലെങ്ത് എത്രയാണ്? ഇത് 20 സെന്റിമീറ്റർ ആണ്. ത്രെഡിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. ഇത് 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ, രണ്ടും 20 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ മാസ് തന്നിട്ടുണ്ട്, ഇതിന്റെ മാസ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യാൻ തക്കവണ്ണം എത്ര ചാർജ് ആണ് ഇതിലേക്ക് കൊടുത്തത്. ഓക്കെ, രണ്ടിനും ഈക്വൽ എമൗണ്ട് ചാർജ് കൊടുത്തത്. ആ ചാർജ് എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ആദ്യം ഇതിന്റെ മുകളിലുള്ള ഫോഴ്സ് കണ്ടെത്താം. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു പോസിറ്റീവ് ചാർജ്, ഇതിന്റെ മുകളിൽ ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിന് ഈ പോസിറ്റീവ് ചാർജ് റിപ്പൽ വിത്ത് എ ഫോഴ്സ്. അതെങ്ങോട്ടാണ്? ആ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും അല്ലെ, ആ റിപ്പൾസീവ് ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഞാൻ എഫ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതേ ഫോഴ്സോട് കൂടിയിട്ട് ഈ ബോഡിയെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. കാരണം രണ്ട് ഈക്വൽ മാസ് ഉള്ള ഈക്വൽ ചാർജിനായിട്ടുള്ള ബോഡികളാണ്. അപ്പോ ഈ ഫോഴ്സ് ഏതാണ്? ഇത് ഈ ചാർജുള്ള ബോഡിയെ ഈ ചാർജുള്ള ബോഡി റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ്. ആ സിമിലർ ആയിട്ടുള്ള പോസിറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, ആ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടെത്താം. എന്താണ്? 1/4πε0 which is 9 × 10⁹. ഓക്കെ, ഇൻറ്റു ഇതിന്റെ ചാർജ് Q ആണെന്ന് വിചാരിക്കും. Q ചാർജ് ഇവിടെ ഉണ്ട്, ഈക്വൽ ചാർജ് ആണ് കൊടുത്ത് നമ്മൾ പറഞ്ഞു. അപ്പൊ Q എമൗണ്ട് ചാർജ് ഇവിടെയും Q എമൗണ്ട് ചാർജ് ഇവിടെയും ഉണ്ട്. അപ്പൊ എന്താണ്? Q² ഡിവൈഡഡ് ബൈ വാട്ട് 24 അല്ലെ. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്നാണ് 24 സെന്റിമീറ്റർ. അപ്പൊ 24 × 10⁻². ഓക്കെ, അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈക്വൽ ടു 156.25 Q² × 10⁻9 Q² ന്യൂട്ടൺ എന്ന് കിട്ടും. ചെയ്തത് ലാഭമാണ്. എന്താ സംഭവിച്ചത് ലാഭമാണ്? അപ്പൊ ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ് അവിടെ ഇപ്പൊ തന്നിട്ടുള്ളത്. അതിൽ പക്ഷെ ക്യൂന്റെ മാഗ്നിറ്റ്യൂഡ് അറിയില്ല. അതാണ് നമ്മളിപ്പോൾ കണ്ടെത്തേണ്ടത്. നമുക്ക് കണ്ടെത്തേണ്ടത് അതാണ്. ക്യൂന്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടെത്തേണ്ടത്, ചാർജിന്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അവർ തമ്മിലുള്ള ഫോഴ്സ് മാത്രമേ ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന? ഈ ഓരോ ചാർജിന്റെ മുകളിലും ടോട്ടൽ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ചാർജ് കാരണമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ്. 2 ഇത് മാസ് ഉള്ള സ്ഫിയർ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മുകളിൽ അതിന്റെ വെയിറ്റ് താഴോട്ട് ഡൗൺവേർഡ് ആയിട്ട് വെയിറ്റ് mg താഴോട്ട് ഉണ്ടാവും. ശരിയല്ലേ? പിന്നെയോ ഈ സ്ട്രിങ്ങിൽ കൂടിയിട്ട് ഒരു ടെൻഷൻ മുകളിലോട്ട് ഉണ്ടാവും. ഇങ്ങനെ ടോട്ടൽ 3 ഫോഴ്സുകൾ ഒരു ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇതാ താഴോട്ടുള്ള ടെൻഷൻ താഴോട്ടുള്ള വെയിറ്റ് mg, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് F, മുകളിലോട്ടുള്ള ടെൻഷൻ. ഓക്കെ, ഇനി സപ്പോസ് ദിസ് ആംഗിൾ ഇസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ആ ടെൻഷനെ ഞാൻ 2 കമ്പോണന്റ് വെക്ടറുകളായിട്ട് റിസോൾവ് ചെയ്യട്ടേടാ. ഈ വെക്ടറിനെ, ടെൻഷൻ എന്നുള്ള വെക്ടറിന് ഞാൻ 2 കമ്പോണന്റ് വെക്ടറുകളായിട്ട് റിസോൾവ് ചെയ്യുന്നു. ഒന്ന് അതിന്റെ കോസ് കമ്പോണന്റ്, അതെങ്ങോട്ടായിരിക്കും? അതിങ്ങോട്ടായിരിക്കും. ദിസ് ഈസ് ദി കോസ് കമ്പോണന്റ്. ഓക്കെ, T cos θ. ദിസ് ഈസ് T cos θ. ഇനിയോ അതിന്റെ സൈൻ കമ്പോണന്റ് അതിങ്ങനെ ആയിരിക്കും അല്ലെ, T sin θ. T sin θ. അതേപോലെ തന്നെ ഇവിടെ ഓക്കെ ഇത് തീറ്റ എന്നുള്ള ആംഗിൾ ആണെങ്കിൽ രണ്ടിടത്തും വേണ്ടല്ലോ, ഒന്ന് മാത്രം കാണിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഇതാ ഈ എഫ് എന്നുള്ള ഫോഴ്സും T cos θ എന്നുള്ള ഫോഴ്സും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, from this figure it is clear that from the figure എന്താണ് എഫ് എന്നുള്ള ഫോഴ്സിനെ T cos θ ബാലൻസ് ചെയ്യുന്നു. സോ T cos θ is equal to
F and T sin theta is equal to mg അല്ലേ T sin theta is equal to mg, T cos theta is equal to F. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനെ ഡിവൈഡ് ചെയ്ത T ക്യാൻസൽ ചെയ്യും. sin theta by cos theta is tan theta. So tan theta is equal to mg by F. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കും. നമ്മുടെ എയിം ഇതാണ്, Q കണ്ടെത്തണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ കണ്ടെത്തിയ ഇക്വേഷനിൽ Q ഇല്ലല്ലോ. ഓക്കെ, അപ്പോ പക്ഷെ F എന്നുള്ള ഒരു ടേം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ ഫോഴ്സിന് ടാൻ തീറ്റയ്ക്ക് വേറൊരു എക്സ്പ്രഷൻ കണ്ടെത്താണ്. ഇതേ ഫിഗറിൽ നിന്ന് ഇപ്പൊ ടാൻ തീറ്റയ്ക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടെത്തി, വിച്ച് ഈസ് mg by F. ഇനി ഇതിന് ഞാൻ വേറൊരു എക്സ്പ്രഷൻ, ടാൻ തീറ്റയ്ക്ക് വേറൊരു എക്സ്പ്രഷൻ കൂടി കണ്ടെത്താൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ സസ്പെൻഡഡ് പോയിന്റിൽ നിന്ന് താഴോട്ട് നേരെ വെർട്ടിക്കലി താഴോട്ട് ഒരു ലൈൻ വരക്കാം. അപ്പൊ ഇതിന് നേരെ സെന്ററിൽ വന്നിട്ട് അത് ജോയിൻ ചെയ്യും. ശരിയല്ലടാ? ഓക്കെ, ഇതാ ഇവിടെ. ഓക്കെ, ആ പോയിന്റിനെ ഞാൻ ഡി എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ പോയിന്റ് ആണ് ഡി എന്ന പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ട്രയാങ്കിൾ ഞാൻ ഇത് പേര് കൊടുക്കുന്ന എ ബി സി, എ ബി ഡി എന്ന ട്രയാങ്കിളിൽ വാട്ട് ഈസ് ടാൻ തീറ്റ ഇൻ ട്രയാങ്കിൾ എ ബി ഡി? What is tan theta? Tan theta is equal to BD by AD. Okay, now BD by AD. AD എത്രയാണെന്ന് നമുക്കറിയാം. ഇവിടുന്ന് മുതൽ ഇവിടെ വരെ 24 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ AD എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. പക്ഷെ BD അറിയില്ല. BD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാഷ് ചെയ്യുന്നത് നോക്കിക്കോളാ. BD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ അല്ലേ? സോ ഫ്രം ദാറ്റ് BD സ്ക്വയർ ഓർ BD is equal to root of AB square minus AD square, which means root of 20 square minus 12 square. നിങ്ങൾക്ക് അത് കിട്ടൂടാ? 16 എന്ന് കിട്ടും അല്ലെ? 16 ഈക്വൽ ടു 60. അപ്പൊ BD കിട്ടിയല്ലോ. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 16 ബൈ AD എത്രയാണ്? 12. അപ്പൊ 16 ബൈ 12. നോക്കി, ഇതും ടാൻ തീറ്റയാണ്, ഇതും ടാൻ തീറ്റയാണ്. അപ്പൊ രണ്ടെണ്ണത്തിൽ നിന്ന് ഫ്രം 1 and 2 കേൾക്കണേ, ഫ്രം 1 and 2 നമുക്ക് എന്ത് ചെയ്താം? mg by F is equal to 16 by 12. Okay, from this F is equal to 12 by 16 അല്ലെ? 12 by 16 into mg. അപ്പൊ ഇത് F ആണ്. പക്ഷെ Fനുള്ള ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് 156.25 into 10 raised to 9 square, 10 raised to 9 into q square is equal to 12 by 60 into m. എന്താ? m എന്നുള്ളത് അതിന്റെ മാസ് ആണ്, അവിടെ തന്നിട്ടുണ്ട് 0.1 into 10 raised to minus 3 അല്ലെ? ഇനി എന്താണ് g? 9.8. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് q square is equal to 12 by 16 into 0.1 into 10 raised to minus 3 into 9.8 divided by 156.25 into 10 raised to 9. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യൂന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് 6.9 into 10 raised to 9 minus 9 കൂളം എന്നാണ് ആൻസർ കിട്ടുക. Okay, sorry, 10 raised to minus 8. Okay, അപ്പൊ എന്താ ചെയ്തെന്നുള്ള നല്ല ഭാഗം നോക്കണടാ. നമ്മളെ കയ്യിൽ ഇത് ഇങ്ങനെയാണ് ഉണ്ടായത്. ഇങ്ങനെ രണ്ട് ചാർജുകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഒരേ പോയിന്റിൽ. അപ്പോൾ ഈക്വൽ ആയി ചാർജ് അല്ല, രണ്ട് സ്പിയറുകൾ. അപ്പം നമ്മൾ അതിനെ ചാർജുള്ള ബോഡി ആക്കിയപ്പോൾ അത് റിപ്പൽ ചെയ്തു, പരസ്പരം റിപ്പൽ ചെയ്തു.
ആ റിപ്പൾസീവ് ഫോഴ്സ് എത്രയാണ് നമ്മൾ ആദ്യം കണ്ടെത്തി. പക്ഷെ അതിൽ ക്യൂക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ ഇല്ല, നമ്മൾ ആ ക്യൂ കണ്ടെത്താണ് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ ഓരോ ചാർജിൻ്റെ മുകളിലും ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സുകൾ നമ്മൾ പറഞ്ഞു. അതിൽ ടെൻഷൻ എന്നുള്ള ഫോഴ്സിനെ 2 റിസോൾവിങ് വെക്ടറുകളായിട്ട് കമ്പോണന്റ് വെക്ടറുകളായിട്ട് റിസോൾവ് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയതാണ് ഈ 2 ഇക്വേഷൻ. അതിൽ നിന്ന് ടാൻ തീറ്റ കണ്ടെത്തി. എന്നിട്ട് ഈ ഫിഗറിൽ നിന്ന് ടാൻ തീറ്റയ്ക്ക് വേറെ എക്സ്പ്രഷൻ കണ്ടെത്തി. അതിന് എന്താ പറയുക, ഇക്വേറ്റ് ചെയ്തപ്പോൾ എഫിനുള്ള എക്സ്പ്രഷൻ കിട്ടി. ആ എഫിന് ഈ വാല്യൂ കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് ക്യൂ സ്ക്വയർ എഴുതി, അതിൽ നിന്ന് ക്യൂ എഴുതി. ഓക്കെ അല്ലേ, മനസ്സിലായോ? ഒരു പ്രോബ്ലം കൂടി. ഇവിടെ 4 പോയിന്റ് ചാർജുകളെ എത്രയാണ് മാഗ്നിറ്റ്യൂഡ്, +2 മൈക്രോ കൂളം വാല്യൂ ഉള്ള 4 ചാർജുകളെ നമ്മൾ ഒരു സ്ക്വയറിന്റെ 4 കോണറുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു സ്ക്വയറിന്റെ 4 കോണറുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. എങ്കിൽ നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്താണ്, ഒരു ചാർജിന്റെ മുകളിലുള്ള ഫോഴ്സ്, ഏതെങ്കിലും ഒരു ചാർജിന്റെ മുകളിലുള്ള ഫോഴ്സ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മളെ ഒരു റഫായിട്ടൊരു ഫിഗർ വരക്കാം. അപ്പൊ നമ്മള് ഒരു സ്ക്വയറിന്റെ 4 കോണറുകളിലായിട്ടാണ് ചാർജ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു +2 മൈക്രോ കൂളം again. ഓക്കെ, +2 മൈക്രോ കൂളം ചാർജുകൾ ഇങ്ങനെ പ്ലേസ് ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു ചാർജിന്റെ മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് കണ്ടെത്തിയാൽ മതി. അപ്പൊ ഞാൻ ഇതാ ഈ ചാർജിന്റെ മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് കണ്ടെത്താൻ പോവാണ്. ഓക്കെ, ഞാൻ അതിന് ആ പോയിന്റിന് എ എന്ന് വിളിക്കുന്നു. ഓക്കെ, so we have to find out the total force on charge placed at the corner A. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടെത്തും, അതിനില്ലടാ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ തന്നെ. ആദ്യം ഇത് കാരണമുള്ള ഫോഴ്സ് കണ്ടെത്തുക, ഇത് കാരണമുള്ള ഫോഴ്സ് കണ്ടെത്തുക, ഇത് കാരണമുള്ള ഫോഴ്സ് കണ്ടെത്തുക, എന്നിട്ട് ആ 3 ഫോഴ്സുകളുടെ വെക്ടർ സം എടുക്കുക. ഓക്കെ, അപ്പോ ഇത് കാരണമുള്ള ഫോഴ്സിനെ ഞാൻ F1 എന്ന് വിളിക്കുന്നു. അതെങ്ങോട്ടായിരിക്കും, റിപ്പൾസീവ് ഫോഴ്സ് അല്ലേ, ഒരേപോലുള്ള ചാർജുകളാണ്. അപ്പൊ F1 എന്നുള്ളത് ഇങ്ങോട്ടായിരിക്കും. സോ ദിസ് ഈസ് F1 അല്ലെ, റിപ്പൾസീവ് ഫോഴ്സ് F1. ഇനി F2 എങ്ങോട്ടായിരിക്കും, F2 എന്നുള്ളത് ഇതാണ് എടുക്കുന്നത്. ഇത് F1, ഇത് കാരണമുള്ള ഫോഴ്സ് F1, ഇത് കാരണമുള്ള ഫോഴ്സ് F2 ഇങ്ങോട്ട്. ഓക്കെ, നിങ്ങൾ ആ 2 ഫോഴ്സുകൾ നോക്കടാ. ഇത് ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്, 10 സെന്റിമീറ്റർ. ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ ഇവിടെ Q1 Q2 സെയിം ആണ്, Q1 Q2 സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ, ഈ 2 ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ, അത് എത്രയാണ് നമുക്ക് കണ്ടെത്താം. ഓക്കെ, വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 ആൻഡ് F2? It is 1/4πε0, which is 9 into 10⁹ Q1 Q2, അതായത് 2 into 10⁻⁻6 രണ്ടും തന്നെയാണല്ലോ അതിന്റെ സ്ക്വയർ, ഡിവൈഡഡ് ബൈ 10 into 10⁻2 അതിന്റെ സ്ക്വയർ. ഓക്കെ കുഞ്ഞുങ്ങൾ, അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 3.6 ന്യൂട്ടൺ എന്ന് കിട്ടും. എത്രയാണ്, 3.6 ന്യൂട്ടൺ. അപ്പൊ F1 F2ന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, ആ 2 ഫോഴ്സുകളുടെ റിസൾട്ടന്റ് കണ്ടെത്താൻ നമുക്ക്. ഇതാ പാരലോഗ്രാം പ്രകാരം ഈ 2 ഫോഴ്സുകളുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഓക്കെ അതിങ്ങോട്ടായിരിക്കുമല്ലോ. ഓക്കെ, അതിന് ഞാൻ എഫ് എന്ന് വിളിക്കുന്നു. ഓക്കെ, എഫ് ഈസ് ദി റിസൾട്ടന്റ് ഓഫ് ഓക്കെ സോ റിസൾട്ടന്റ് ഓഫ് നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് റിസൾട്ടന്റ് ഓഫ് F1 and F2 which is F അല്ലേ, F which is F. അപ്പൊ പാരലലോഗ്രാം ലോ പ്രകാരം എന്താണ്, റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 cos 90.
അല്ല ഈ ആംഗിൾ ഈ രണ്ടെണ്ണത്തിന് എടുക്കുന്ന ആംഗിൾ 90. ഓക്കെ, പക്ഷെ ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഈക്വൽ ആണെങ്കിൽ രണ്ട് ഫോഴ്സുകൾ ഈക്വൽ ആണെങ്കിൽ രണ്ട് വെക്ടറുകൾ ഈക്വൽ ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണത് കണ്ടെത്തുക. വേറൊരു ക്വസ്റ്റ്യൻ വേറൊരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ആ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ 2f1 cos theta by 2 or 2f2 cos theta by 2 which is equal to 2 into 3.6 into cos theta by 2 cos 90 by 2 which is cos 45 അല്ലേ? cos 45 which is equal to മനസ്സിലാവുന്നുണ്ടോടാ കുഞ്ഞു മക്കളെ? ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 2 into 3.6 into 1/√2 അല്ലേ ഈക്വൽ ടു ഇതിന്റെ ആൻസർ കിട്ടുന്നത് 5.09 ന്യൂട്ടൺ. 5.09 ന്യൂട്ടൺ. അപ്പോ ഇത് കാരണമുള്ള ഫോഴ്സ് F1 അത് 3.6 ന്യൂട്ടൺ ആണ്. ഇത് കാരണമുള്ള ഫോഴ്സ് 3.6 ന്യൂട്ടൺ ആണ് F2. ഈ രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റ് 5.09 ന്യൂട്ടൺ ആണ്. അപ്പൊ ഇവിടെ ഇനി ഇത് കാരണമുള്ള ഒരു ഫോഴ്സ് ഇല്ലേ, അത് കണ്ടെത്തിയിട്ടില്ല. ഇത് കാരണം ഒരു ഫോഴ്സ് ഇല്ലേ, അതെങ്ങോട്ടാടാ? ആ ഫോഴ്സ് എങ്ങോട്ടാടാ? ഇതെന്താ ചിന്തിക്കാനുള്ളത് അല്ലെ? എപ്പോഴും ഫോഴ്സ് ആ രണ്ട് ചാർജുകളെ കണക്ട് ചെയ്യുന്ന ലൈനിൽ കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഫോഴ്സ് എന്താണ്? സെൻട്രൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോ ഇത് അതായത് ഈ മൂന്നാമത്തെ ചാർജ് കാരണമുള്ള ഫോഴ്സ് ആണ് ഇത്. അത് ഇത് ഇങ്ങോട്ടല്ല ആക്ട് ചെയ്യുക, ആ ഫോഴ്സ് ഇങ്ങോട്ടല്ല ആക്ട് ചെയ്യുക. ഞാൻ അതിനെ F3 എന്ന് വിളിക്കുന്നു. F3 ഓക്കെ, എങ്കിൽ വാട്ട് ഈസ് F3? F3 എത്രയാണ്? F3 is equal to 1/4πε0 9 into 10⁻⁹ into രണ്ട് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ് 2 into 10⁻⁻6 ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എടാ ഈ ഡിസ്റ്റൻസ് എന്താണ്? ഇത് 10 ആണെങ്കിൽ അതിന്റെ റൂട്ട് 2 ടൈംസ് ആണ്. നിങ്ങൾക്ക് പണ്ടേ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഈക്വൽ ടു 10 into √2 into 10⁻⁻2 അതിന്റെ സ്ക്വയർ. ഓക്കെ, ഇത് ഇത്രയും സെന്റിമീറ്റർ ആണ്. അപ്പോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ F3 is equal to 1.8 ന്യൂട്ടൺ കിട്ടും. 1.8 ന്യൂട്ടൺ. അപ്പൊ ഇത് നോക്ക്, ഈ ചാർജിന്റെ മുകളിൽ എ എന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള ചാർജിന്റെ മുകളിൽ ഇപ്പോൾ ടോട്ടലില് 3 ഫോഴ്സ് ഉണ്ടായത് ഇത് F1 F2 F3. F1 F2ന്റെ റിസൾട്ടന്റ് കിട്ടി F. അപ്പൊ ഇതിന് ടോട്ടൽ 2 ഫോഴ്സ് ആണ് F ഉം F3യും. F ഉം F3യും സെയിം ഡയറക്ഷനിലല്ലേ അല്ലേ? അപ്പൊ ടോട്ടൽ ഫോഴ്സ് ഓൺ ചാർജ് അറ്റ് എ. ഓക്കെ, എന്ത് ചെയ്താൽ രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ജസ്റ്റ് കൂട്ടിയാൽ മതി. ഓക്കെ, F ടോട്ടൽ ഈസ് ഈക്വൽ ടു ഒരേ ഡയറക്ഷനിലാണെങ്കിൽ കൂട്ടിയാൽ മതി കേട്ടോ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ F പ്ലസ് F3. F നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 5.09 പ്ലസ് F3 is 1.8. ഓക്കെ, which is equal to 6.89 Newton. This is the answer. Okay.